ഹലോ മച്ചന്മാരെ, ഇന്ന് ഞാൻ നിൽക്കുന്നത് അട്ടപ്പാടിയിലാണ്. രാവിലെ നീച്ച് ഞാനിങ്ങനെ നടക്കാൻ ഇറങ്ങിയതാ. അവിടെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്ന് കാണുന്നു. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റേ അതാട്ടോ അട്ടപ്പാടി. അങ്ങനെ ഞാൻ പൂക്കളൊക്കെ തൊട്ട് അങ്ങനെ നടന്നു വരികട്ടോ. അവിടെ ഒരു അമ്പലത്തിൽ അച്ഛൻ്റെ കൂടെ പൂജയ്ക്ക് പോയതാണ്. ഇവിടെ നമ്മൾ ബന്ധുക്കാർ തന്നെ ആണ് കേട്ടോ. പിന്നെ ഞാനും അച്ഛനും അമ്മയൊക്കെ താഴേക്ക് ഇറങ്ങി കുളമൊക്കെ കാണാൻ പോവുകയാണ്. അപ്പം ഇതാണ് കേട്ടോ വഴി. ഞങ്ങളങ്ങനെ നടന്ന് പോവുക കേട്ടോ മച്ചാന്മാരെ. നല്ല താഴ്ചയിലാണ് കുളം ഇരിക്കുന്നത്. അച്ഛനാട്ടോ അതിൻ്റെ മുമ്പിൽ പോണേ. അങ്ങനെ ഇതെൻ്റെ മാമനാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെയൊക്കെ എത്തി. അച്ഛൻ എന്തൊക്കെ നോക്കിയിരിക്കുന്നു, ഞാനാണെങ്കിൽ ഓടി അവിടുത്തെ പ്രകൃതി ഭംഗികൾ ആസ്വദിക്കുക. അങ്ങനെ എൻ്റെ അച്ചിച്ചൻ ഇങ്ങനെ മീനുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടോ മച്ചന്മാരെ, എത്ര മീനുകളല്ലേ. നല്ല സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ തുറന്നൊക്കെ കാണിച്ചു തന്നു. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ മച്ചന്മാരെ, എത്ര മീനുകളല്ലേ. ഞങ്ങൾ അതൊക്കെ കണ്ട് മീനുകൾക്ക് ഭക്ഷണം കൊടുത്തൊക്കെ ആശ്വസിച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടില്ല മച്ചന്മാരെ. അച്ചിച്ചൻ മീനുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കയറി നിൽക്കുക കേട്ടോ. അപ്പം ഇതിൽ കുറേ മീനുകൾ ഉണ്ടെന്നാണ് അച്ചിച്ചൻ പറഞ്ഞത്. അവിടെ നിന്നിട്ടാണ് മീനുകൾക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. ഈ ചെടി ഏത് ചെടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണം. മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നമ്മുടെ ഏലക്കാല ചെടിയാണ്. ഏലക്കായ ഇങ്ങനെയാണ് കേട്ടോ മച്ചന്മാരുണ്ടാവുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ചിച്ചനാണ് കേട്ടോ മുമ്പിൽ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത്. പിന്നാലെ ഞാനും ഓടി നടക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ എന്തൊക്കെ പറിച്ചു. അങ്ങനെ ഇത് ഞങ്ങൾ അട്ടപ്പാടിയിൽ നിന്ന് പറിച്ചിട്ട കപ്പയാണ്. പിന്നെ എനിക്ക് മാമൻ ഒരു ഓറഞ്ച് തന്നു. ഇതൊക്കെ അവിടെ ഉണ്ടായത് തന്നെ കേട്ടോ. പിന്നെ ഈ പൂക്കളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഈ പൂക്കൾ പിന്നെ സ്ട്രോബെറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് കണ്ടോ മച്ചന്മാരെ, ഈ പൂവ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാ പൂവും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. ഇതൊരു കുളം കേട്ടോ. അച്ചിച്ചനെ കാണാതെ ഞാൻ നോക്കുമ്പോൾ അതാ അച്ചിച്ചൻ ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കും. പിന്നെ ഞാൻ എന്താന്ന് പോയിട്ട് ഓടിപ്പോയി നോക്കുമ്പോഴാണ് ഇരുമ്പാമ്പുളിയാണ് മച്ചന്മാരെ നമ്മളുടെ. ഞാൻ അച്ചിച്ചെടുത്ത് ചോദിച്ചു ഇതൊക്കെ എന്തിനാണ്. അച്ചിച്ചൻ പറഞ്ഞു ഇത് അച്ചാറിടാനാണ് മക്കളേന്ന്. ഞാൻ പിന്നെ നേരെ പോയത് നമ്മളുടെ ഇടുക്കിയിലാട്ടോ. എൻ്റെ അച്ഛൻ്റെ സ്വന്തം നാടത്തേക്കാണ് പോയത്. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോഴുള്ള ഭംഗികൾ. ഞങ്ങളൊക്കെ ചോളകൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അച്ഛനൊക്കെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പം ഞങ്ങൾ യാത്ര ചെയ്യാണ്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇത് നമ്മൾ സ്വന്തം തോട്ടാണ് കേട്ടോ. അപ്പോൾ നന്ദു ചേച്ചി എപ്പോഴും പോകുമ്പോഴും പറയും ഇത് കഞ്ചാവ് തോട്ടാണ്. അപ്പം ഞാൻ നന്ദേച്ചിട്ട് പറയും ഇത് തേൽ കൃഷിയാണ്. ഈ തേൽത്തോട്ടത്തെ ഇടകളിലൊക്കെ ഓറഞ്ച് ചെടിയും പൂവ ചെടി. അങ്ങനെ ഞങ്ങൾ ഇടുക്കിക്ക് വെച്ച് പിടിപ്പിക്കുകയാണ്. അച്ചിച്ചൻ്റെ കൂടെ മുമ്പിൽ ഒരാൾ കയറിയിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മൾ സ്നൂപ്പി. പുറത്തേക്കും തല വെച്ച് കണ്ടോ. ഇത് നോട്ടം കാണാൻ എന്ത് രസമല്ലേ. അങ്ങനെ സ്നൂപ്പിനും കൊണ്ട് ഞാൻ ഇറച്ചി. അപ്പോൾ ബൈ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ചാച്ചാ.